അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധന മധ്യേ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇതിനെ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട വിൽസൺ പാസ്റ്ററോടും ഇതിൻ്റെ ഭാരവാഹികളോടുമുള്ള നന്ദി, സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ക്രിസ്തയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കട്ടെ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ ഞക്കനാലാണ്. നിങ്ങളിലെ ചിലരാരെങ്കിലുമൊക്കെ എൻ്റെ ജീവിത സാക്ഷ്യം യൂട്യൂബിലൂടെയും മാരാമൺ കൺവെൻഷനിലൂടെയും മറ്റച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തെയാണ് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം എനിക്ക് നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാനും സാക്ഷിപ്പാനും കിട്ടുന്ന അവസരങ്ങൾ ഞാൻ അനുഗ്രഹമായിട്ട് കരുതുന്നു. അതുകൊണ്ട് ഇന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിട്ട് തീരുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ നല്ല ഒരു സാക്ഷ്യത്തിൻ്റെ ഉടമയാണ്. എന്നാൽ ആ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുൻപ് ചിന്തിക്കുന്നതിന് വേണ്ടി യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 55 അതിൻ്റെ 8, 9. പ്രാർത്ഥിക്കാം. കർണൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വൈകാറായ സമയത്ത് ഈ ആലയത്തിൽ ഞങ്ങളെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നീ ഞങ്ങൾക്കൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. വേദനയോടെ, നീറുന്ന മനസ്സോടെ വന്നവർ, നിരാശയോടെ ആയിരിക്കുന്നവർ, ഇന്ന് പ്രത്യാശയോടെ തിരിച്ചു പോകുന്ന ഒരു ദിവസമായിട്ട് തീരുവാൻ ദൈവമേ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംബന്ധിപ്പാനാകാത്തവരെ ഓർക്കുന്നു, അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെയും അനുഗ്രഹിക്കണേ. പാസ്റ്ററേയും കുടുംബത്തെ ഓർക്കുന്നു. കർത്താവെ, നല്ലതുപോലെ ഇനിയും വേലതകപ്പാൻ നീ ബലപ്പെടുത്തിക്കൊള്ളണമേ. ഈ സഭയുടെ ഭാരവാഹികളെ ഓർക്കുന്നു. അടിയനെ അല്പസമയം ക്രൂശിൻ്റെ മറവിൽ നിർത്തണമേ, ബലപ്പെടുത്തണമേ. അടിയനിലൂടെ അവിടുന്ന് സംസാരിച്ചു കൊള്ളുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. സമയം വളരെ കുറവാണ്. പാസ്റ്റർ കയറിയപ്പോൾ തന്നെ ആദ്യം അതാ പറഞ്ഞത്. അതുകൊണ്ട് സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. നമ്മളിവിടെ വായിച്ചു കേട്ട വേദഭാഗം വായിക്കാം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിന്മേലും ഉയർന്നിരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ വായിച്ചു കേട്ട ഈ വേദഭാഗം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമായി എടുത്തത്. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കോട്ട് ചെയ്യുകയും പ്രസംഗിക്കാൻ ഗുരുവാക്യമായിട്ടൊക്കെ എടുക്കുന്ന ഒരു വാക്യമായി എടുത്തത്. ഇവിടെ പറയുന്നത് ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലുപ്പത്തിൻ്റെ അളവിനെയാണ് പ്രവാചകൻ ഇവിടെ കാണിക്കുന്നത്. അതെങ്ങനെയാണ് കാണിക്കുന്നത്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരങ്ങൾ, അതിൻ്റെ മേൽ എൻ്റെ വിചാരങ്ങളും, നിന്റെ വഴികളിന്മേൽ എൻ്റെ വഴികളും ഉയർന്നിരിക്കുന്നു. നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ എന്ത് ദൂരം കാണാൻ സാധിക്കും? ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറിയാൽ എന്ത് കാണും? എന്നാൽ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ വിചാരിച്ചിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ തുറന്നു വച്ചിരിക്കുന്ന വഴികൾ, അത് ആർക്കും കണ്ടുപിടിക്കാനോ ആരാലും പ്രവചിക്കാനോ പറ്റാത്തതായ ഒരു അളവുകോലിനെയാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. അതാണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരത്തിന്മേൽ എൻ്റെ വിചാരങ്ങളും, നിന്റെ വഴികളിന്മേൽ എൻ്റെ വഴികളും ഉയർന്നിരിക്കുന്നു.
നമ്മൾക്ക് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? അനേക കാലങ്ങളായിട്ട് നമ്മൾ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ചോദിക്കുമെന്നല്ല, ദൈവമേ എന്നോടെന്താ ഇങ്ങനെ? അല്ലെങ്കിൽ പറയും, ഈ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു വിചാരമില്ലയോ? കാലങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാ, എൻ്റെ ഓരോരോ വിഷയങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ എൻ്റെ വിഷയങ്ങൾക്കൊരു നീക്കുപോക്കില്ല. ചിലപ്പോൾ ഒരു ജോലിക്കായിരിക്കാം, ഒരു ജോലിക്ക് വേണ്ടി ഒരു വിസയ്ക്കായിരിക്കാം, വിസയും ജോലിയുമായി ചിലപ്പോൾ ശമ്പളം കിട്ടാത്ത അവസ്ഥയായിരിക്കാം, ഭാര്യയുടെ അസുഖം, ഭർത്താവിൻ്റെ മദ്യപാനം, മക്കളുടേതായ പല ആവശ്യങ്ങൾ, സാമ്പത്തികമായി തളർന്നും തകർന്നും ഇരിക്കുന്ന അവസ്ഥയിൽ ബുദ്ധിമുട്ടും കണ്ണീരും ഈ ജീവിതത്തിലേറി മുന്നോട്ട് എങ്ങനെയെന്ന് ചോദ്യചിഹ്നമായി മാറുമ്പോൾ, നമ്മൾ ചിലയിടത്തൊക്കെ പരിഹാസപാത്രമായി തീരുമ്പോൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ, നമ്മളെ ആട്ടിയിറക്കി വിടുമ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് ചോദിക്കും, ദൈവമേ എന്നോടെന്താ ഇങ്ങനെ? കാരണം ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, സഭായോഗം കൂടുന്നില്ലേ, പാസ്റ്ററെ സഹായിക്കുന്നില്ലേ, ദശാംശം കൊടുക്കുന്നില്ലേ, ആദ്യഫലശേഖരം ചെയ്യുന്നില്ലേ, പള്ളിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലോ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയ ദൈവമക്കളെ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക, ദുഃഖങ്ങളും ദുരിതങ്ങളും സഹനങ്ങളും ജീവിതത്തിൽ തരുമ്പോൾ നിന്നെ ദൈവം അനുഗ്രഹത്തിൻ്റെതായ ഒരു പടിവാതിക്കലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം നിനക്ക് തരുമ്പോൾ, നിന്നെ ദൈവം അനുഗ്രഹത്തിന്റെ പടിവാതിക്കൽ കൊണ്ടെത്തിക്കുമ്പോൾ, അവിടെയാണ് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഞാൻ താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല. കാരണം വചനം ഇവിടെ പറഞ്ഞാൽ മതി, ബാക്കി നിങ്ങൾ പറയുന്നത് എനിക്കറിയാം, കാരണം ഈ യോഗത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയുകയാണ്, ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരാളുടെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വർഗീസ് പാപ്പച്ചൻ പറയുകയാ, ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ നടന്നു പോയപ്പോഴും, തകർന്നപ്പോഴും തളർന്നപ്പോഴും, പരിഹാസപാത്രമായി വേണ്ടപ്പെട്ടവർ താങ്ങി നിർത്തേണ്ടവർ കൈവിട്ടപ്പോൾ, താങ്ങി നിർത്തേണ്ടവർ തള്ളിക്കളഞ്ഞപ്പോൾ, രക്തബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കണ്ടും കാണാതെയുമായി പോയപ്പോൾ, നിനക്ക് വേണ്ടി വിചാരിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം അറിയിക്കാനാണ് ദൈവം പ്രശ്നങ്ങളിലൂടെ വർഗീസ് പാപ്പച്ചനെ കടത്തിവിട്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 15 മുതൽ മർക്കോസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു സംഭവം അതിനകത്ത് കാണിക്കുന്നുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുക. യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നതായ സമയം അല്ലേ, ശക്തമായ കാറ്റിലും കോളിലും പെട്ട് പടക് മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ, തകർന്നിരിക്കുന്നതായ ശിഷ്യന്മാർ ഉറക്കത്തിൽ കിടക്കുന്ന യേശുവിനെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു, ഞങ്ങൾ മരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കേൾക്കേണ്ടത് അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളും വന്നപ്പോൾ യേശുവിനോടൊപ്പം നടന്ന തൻ്റെ ശിഷ്യന്മാർ എന്താ സംഭവിച്ചത്? വിശ്വാസം നഷ്ടപ്പെട്ട് തകർന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ മരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എണീറ്റ് കാറ്റിനെയും കടലിനെയൊക്കെ ശാസിച്ച് അക്കരയ്ക്ക് പോയി. എന്നാൽ ആ വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യേശുവിന് അക്കരയ്ക്ക് പോകും മുന്നേ ഇതിനെയൊക്കെ നിയന്ത്രിക്കാമായിരുന്നു. കാറ്റിനെ ശാസിക്കാം, കടലിനോട് പറയാം അടങ്ങി നിൽക്കും, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് പോയിട്ട് വരട്ടെ. എന്നാൽ ഞാനത് മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, ശക്തമായ കാറ്റിലും കോളിലും നിന്റെ പടകിനെ ദൈവം കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വിചാരിക്കുന്ന ദൈവത്തിൻ്റെ വലുപ്പം അറിയിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി വിചാരിക്കുന്ന ദൈവത്തിൻ്റെ വലുപ്പം അറിയിക്കാനാണ് പ്രശ്നങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തി വിടുന്നത്. കണ്ണുനീരിൻ്റെ അവസ്ഥ നിനക്കുണ്ടാകും, എല്ലാവരാലും നീ തള്ളപ്പെട്ട അവസ്ഥ നിനക്ക് വരും, വേണ്ടപ്പെട്ടവരൊക്കെയും കണ്ടും കാണാതെയും പോകും, ജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനു മുൻപേ നിനക്ക് തരുന്ന സഹനങ്ങളാണ്, വേദനകളാണ് നീ നിനക്ക് തരുന്നതായ അനുഭവത്തിലൂടെ ദൈവം നൽകുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹമാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ അളവാണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഒരാളാലും ചിന്തിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ വാലല്ല തലയാക്കി തീർക്കുന്നതായ ദൈവം ആ ഭാഗത്തേക്ക് കൊണ്ടെത്തിക്കും. പെട്ടെന്ന് നിർത്താം. അതുകൊണ്ട് ഞാൻ ജീവിത സാക്ഷ്യത്തിലേക്ക് വചനം കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മളെ അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവം നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയുടെയും കഷ്ടപ്പാടിലൂടെയും നമ്മളെ കടത്തി വിടുമ്പോൾ അനുഗ്രഹങ്ങൾ തന്ന് മാനിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം നിൽക്കുവാൻ എനിക്ക് സാധിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വളരെ സന്തോഷമായ ഒരു ദിവസവും ഒരു സമയവുമാണിത്.
ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ വർഗീസ് പാപ്പച്ചൻ. സാധാ ഒരു കുടുംബത്തിലെ പപ്പ ഒരു പട്ടാള ഓഫീസറാണ്. എന്നാൽ അദ്ദേഹം ഇത് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കടന്നുപോയത്. കേൾക്കണം. എന്നാൽ അപ്പൻ പറയുകയാണ്, മുന്നോട്ട് ഇനിയും വലിയ ബുദ്ധിമുട്ടാണ് പോകുവാൻ. 3 മക്കളെയും വിളിച്ചു കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. അന്ന് എനിക്ക് വയസ്സ് 17. എൻ്റെ ജ്യേഷ്ഠൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം കണ്ടിന്യൂസ് പഠിച്ച് ട്യൂഷൻ എടുത്ത് കുട്ടികളെ ട്യൂഷനൊക്കെ എടുത്തു കൊടുത്ത് പഠിച്ച് മുന്നോട്ട് പോയി ഇന്ന് നാട്ടിൽ ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ചെയ്തതോ പ്രീ ഡിഗ്രിയും ITI കഴിഞ്ഞതിന് ശേഷം അപ്പൻ പറഞ്ഞു മുന്നോട്ട് പഠിപ്പിക്കുവാൻ ഇനി വളരെ ബുദ്ധിമുട്ടാണ്. വീടിൻ്റേതായ സാമ്പത്തികമായ അവസ്ഥ, വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന ഒരു കുടുംബം. എന്നാൽ ഞാൻ ചെയ്തത് ഈ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും പണിക്ക് വേണ്ടി ആ വയസ്സിൽ പോകാൻ തുടങ്ങി. എന്നിട്ടും ജീവിതത്തിൽ കിട്ടുന്ന, നിങ്ങൾക്കറിയാം അന്ന് കാലത്ത് വളരെ ബുദ്ധിമുട്ടായപ്പോൾ അതിൻ്റെ അടുത്ത് ആ വീട്ടിലുള്ള ഒരച്ഛൻ്റെ പേപ്പർ ഏജൻ്റ് ഉണ്ട്, അദ്ദേഹത്തിനെ പോയി കണ്ടു. 700 പേപ്പർ 700 വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് 700 രൂപയാണ് അന്ന് കിട്ടുന്നത്. ജീവിതത്തിൻ്റെ ഭാരങ്ങളേറിയതായ അവസ്ഥയിലാണ് ജീവിതം തുടങ്ങി വെക്കുന്നത്. അന്ന് വയസ്സ് 17, ഞാൻ പറഞ്ഞല്ലോ 17 ആ വയസ്സിൽ 700 പേപ്പറും കൊണ്ട് 700 വീട്ടിൽ കൊണ്ട് കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ പേപ്പറുകാരുടെ ബുദ്ധിമുട്ട്. കാറ്റ്, മഴ, പട്ടി, ഭയങ്കര പ്രശ്നങ്ങളാണ്. മഴയത്തൊക്കെ ഈ പേപ്പറും കൊണ്ട് പോകുന്ന വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. എന്നും രാവിലെ പോവുകയും വേണം, ലീവ് കിട്ടണമെങ്കിൽ ഭാരത് ബന്ദ് വരണം. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ജീവിതം നടത്തിയത്. അങ്ങനെ രാവിലെ എന്നും എണീറ്റ് 4 മണിയാകുമ്പോൾ എണീറ്റ് പോകുമ്പോൾ മമ്മിയുടെ അമ്മച്ചി അവിടെ വന്നു. അമ്മച്ചി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല, ഇങ്ങനെ പോവുക. അപ്പോൾ ചോദിക്കുകയാണ് മമ്മിയോട്, സാലി മോളെ ഇവൻ രാവിലെ ഇതെവിടെ പോവുക? അപ്പോഴാണ് മമ്മി പറയുന്നത്, ഇതാണ് അമ്മ അവസ്ഥ. അമ്മച്ചി വളരെ ദുഃഖിതയായി. അമ്മച്ചി തിരിച്ച് വീട്ടിൽ ചെന്ന് അമ്മച്ചിയുടെ കുടുംബത്തുള്ളവരോട് പറഞ്ഞു, ഇത്രയും ബുദ്ധിമുട്ടിലൂടെ സാലി കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കൈത്താങ്ങൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 18ാമത്തെ വയസ്സിൽ UAE-യിലെത്തി വർഗീസ് പാപ്പച്ചൻ. ഞാൻ ഇവിടെ വന്നു. ആദ്യം ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കമ്പനിയിലേക്ക് മാറുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അങ്ങനെ അവിടെ ഒരു 12 വർഷത്തോളം ജോലി ചെയ്യുന്നു. വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ഞാൻ വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ നല്ല രീതിയിൽ എൻ്റെ ജോലിയിൽ ഞാൻ മുന്നോട്ട് പോകുന്ന സമയം വിവാഹം കഴിഞ്ഞു. ഒരു പുത്രനായി. അദ്ദേഹത്തിന് 1 വയസ്സായി. വളരെ സന്തോഷമായിട്ട് അജ്മാനിൽ താമസിക്കുന്നു. ജബലാലിലോട്ട് പോകുന്ന ഭാഗത്താണ് കമ്പനി. പോയി വരുന്നു. വളരെ സന്തോഷമായിട്ട് പോകുന്ന ദിവസം ഈ 12 വർഷമായ സമയത്ത് ഈ മാനേജ്മെൻറ്റ് തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിട്ട് ഒരു ഭാഗം മാനേജ്മെൻറ്റ് മാറി വേറെ ടീം വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, മൊത്തം കുറച്ച് ആൾക്കാരെ ഒഴിവാക്കിയേ പറ്റൂ. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, എന്തായാലും നല്ല അഭിപ്രായമാണ് വർഗീസ് പാപ്പച്ചനെ കുറിച്ച്. എന്തായാലും നമുക്ക് പേപ്പർ വരാൻ ചാൻസ് ഇല്ല, കാരണം MEP സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഒരു ദിവസം വർക്ക് മാനേജർ വിളിച്ചു. സന്തോഷമായിട്ട് വിളിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ഒരു സൂപ്പർവൈസറെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വിളിച്ചു. പാപ്പച്ചൻ എൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ വളരെ സന്തോഷമായിട്ട് അദ്ദേഹം പറഞ്ഞു, ചായ വേണോ കോഫി വേണോ? ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ ലെറ്റർ പാഡാണെന്നറിയാം. ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇരിക്കും. എന്താണെന്നറിയാം, കാരണം കുഞ്ഞായി ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ, അപ്പം സാലറി എന്തെങ്കിലും കൂട്ടി തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സോറി, പേര് മാറ്റുന്നവർ ആൾക്കാരെ ഒഴിവാക്കുന്ന ലിസ്റ്റിൽ വർഗീസ് പാപ്പച്ചൻ്റെ പേരുമുണ്ട്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ വളരെ ദുഃഖിതനായി. പെട്ടെന്ന് ഞാൻ ആ പേപ്പർ മേടിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് നേരെ ഇറങ്ങി, നേരെ വണ്ടി എടുത്തു, വീട്ടിലേക്ക് പോയി. 10 മണി 11 മണി ആയപ്പോൾ തിരിച്ച് അജ്മാനിലെത്തി. വീട്ടിൽ വന്നപ്പോൾ വൈഫ്, ഒരിക്കലും, കാരണം രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ആളല്ലേ, അപ്പോൾ 1 വയസ്സുള്ള മോനോട് പറയുക, മോനെ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്, നിൻ്റെ അപ്പം താണ്ടെ ലീവ് എടുത്ത് വന്നിട്ടുണ്ട് കണ്ടോളാൻ. കാരണം ഇദ്ദേഹം ഉറങ്ങുമ്പോൾ ഞാൻ പോകുന്നു, ഞാൻ രാത്രി തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം ഉറങ്ങുന്നു. അപ്പോൾ മോനോട് പറയും, ഞാൻ പറഞ്ഞു സന്തോഷമാണോ ദുഃഖമാണോ, ഈ പേപ്പർ നീ നോക്കാൻ പറഞ്ഞു. അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മളെങ്ങനെ ജീവിക്കും? ഇത്രയും പെട്ടെന്ന് ഒരു ജോലി നഷ്ടപ്പെട്ട് നാളെ തൊട്ട് ചെല്ലണ്ടെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ജീവിക്കും? ഞാൻ അവളോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എൻ്റെ അപ്പനെയും അമ്മയും നടത്തിയ ദൈവം എന്നെയും നടത്തും, അല്ലെ നമ്മളെയും നടത്തും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ഷാർജ പോലീസിൽ വർഗീസ് പാപ്പച്ചൻ ഇരിക്കുന്നത് പഠിത്തത്തിൻ്റെയോ മറ്ററിവിൻ്റെയോ ഒന്നും സർട്ടിഫിക്കറ്റ് അല്ല, ദൈവത്തെ വിളിക്കുന്ന ഒരു അപ്പൻ്റെ അമ്മയുടെ മകനായി ജനിച്ച ഒരു സർട്ടിഫിക്കറ്റാണ്. വ്യക്തമായിട്ട് ഞാൻ പറയാം,
എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയാണ്, അവരുടെ ദൈവത്തെ വിളിയാണ് എൻ്റെ ആകെ സർട്ടിഫിക്കറ്റ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പട്ടാളത്തിലെ ജീവിതത്തിന് ലീവിന് വരുമ്പോഴും അദ്ദേഹം ജോലി കഴിഞ്ഞ് പെൻഷനായി നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്തും 5 മണി 5:15 ആ സമയമാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന പായ്, അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായ ആ പായ് എടുത്തിട്ട് 5 മണിക്ക് മമ്മിയെ ഞങ്ങളെയും വിളിച്ചുണർത്തിയിട്ട് അദ്ദേഹം മുട്ടുമേൽ നിന്നുകൊണ്ട് പാട്ട് പാടും. വളരെ ഒച്ചത്തിലാണ് അപ്പ പാടുന്നത്. അപ്പം മമ്മി പറയും പെതുക്കെ പാടാം, പക്ഷേ കേൾക്കില്ല. ഞക്കനാലിൻ്റെ ദേശം 1 കിലോമീറ്റർ ചുറ്റളവ് രാവിലെ 5 മണി അടിക്കുന്നത് പാപ്പച്ചൻ്റെ പാട്ട് കേട്ടാം. കാരണം അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ എൻ്റെ അപ്പനുണ്ടെങ്കിൽ 5 മണിയാവുമ്പോൾ അദ്ദേഹം മുട്ടുമേൽ നിന്നുകൊണ്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. കൊടും കാറ്റുണ്ടി വാനദേശത്തു പ്രിയനേ എന്നെ ലേ കൊതിയോടു ഞാൻ സങ്കടമങ്ങു തീർക്കണേ, കൊതിയോടു ഞാൻ വരുന്നേ. ഈ പാട്ട് കേട്ടോണ്ടാണ് ഞക്കനാലിൻ്റെ ദേശം എണീക്കുന്നത്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ച സർട്ടിഫിക്കറ്റാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാൻ, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ഒരുക്കി വെക്കണ്ട. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെവിടെ എത്തുന്നുവോ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ഒരുക്കണ്ട. അവരെവിടെ ആയിരിക്കുന്നു, വർഗീസ് പാപ്പച്ചൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ മക്കൾക്ക് ദൈവം ഒരുക്കിക്കോളും, നിങ്ങൾ ഒരുക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ ജോലി നോക്കി നടന്നു. പെട്ടെന്ന് ജോലിയിൽ എനിക്ക് ഒരു ജോലി തേടുവാൻ സാധിച്ചില്ല. അന്ന് മുതലാണ് എനിക്ക് മനസ്സിലായത് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ആരെ ഞാൻ കുറ്റമായിട്ടോ മോശമായിട്ടോ ഒന്നും പറയുമല്ല. ഞാൻ ഓരോ ദിവസം കഴിയുമ്പോൾ കയ്യിലിരുന്ന പൈസ എല്ലാം തീർന്ന് കണ്ണുനീരിൻ്റെ വളരെ വിഷമിച്ച് കഷ്ടപ്പാടിൻ്റെതായ ഒരവസ്ഥയിലേക്ക് ഞാൻ പോയി. ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും വിസ ഓവറായി. എൻ്റെ വിസ അവർ ക്യാൻസലാക്കി. ഞാനൊരു വിസിറ്റ് വിസയിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഞാൻ വേണ്ടപ്പെട്ടവരായവരെ വിളിക്കും, അവർ കട്ട് ചെയ്യും. ചിലരെടുക്കും. 3 ഉത്തരങ്ങളാണ്: ക്രൈസിസ്, തിരിച്ചു വിളിക്കാം, മീറ്റിങ്ങില്ല. എന്നാൽ ഞാൻ ചോദിക്കുന്നത് ക്യാഷിനാണെന്നും എൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടാണെന്നും അവർക്കറിയാം. അന്ന് കൂടിയിരുന്നവരും നിന്നവരും കഴിച്ചവരും വേണ്ടപ്പെട്ടവരും ആരും എൻ്റെ ഫോൺ എടുക്കാതായി. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിൽ ഒറ്റയ്ക്കായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്ന്, അങ്ങനെ എൻ്റെ കുഞ്ഞിനൊരു അസുഖമായി. ആഹാരം കൊടുക്കാനില്ല. കാരണം വീട്ടിലെ ഫുഡ് വെക്കാൻ ഞങ്ങൾക്ക് മേടിക്കാൻ കാശില്ലാതെ ഞാൻ അവസാനം ഈ പള്ളിയുടെ മുന്നിൽ കാറുമായിട്ട് വന്ന് നിന്ന്, ഇവിടെ യാത്രയ്ക്ക് പോകാനുള്ളവർക്ക് ടാക്സി കിട്ടാത്തപ്പോൾ അവരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിച്ചു. അതിൽ കയറുമ്പോൾ നമ്മുടെ ആൾക്കാർ ആദ്യം ചോദിക്കും എത്ര രൂപയാണ്. ഞാൻ അവരോട് പറയുന്ന മറുപടിയുണ്ട്, നിങ്ങൾ എന്ത് തരുന്നോ 3 വയറിന് ഉള്ള ആഹാരമാണ്. ചിലരെന്തെങ്കിലും തരും, ചിലർ കറക്റ്റായിട്ട് തരും. അവർ സ്ഥിരം ടാക്സിക്ക് കൊടുക്കുന്ന പൈസ തരും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം നടത്തി. കുപ്പൂസും സുലൈമാനിയും കഴിച്ചുകൊണ്ട് ഞാനും വൈഫും കുടുംബവും മുന്നോട്ട് പോയി. എൻ്റെ കുഞ്ഞ് ഒരു രോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1 മാസമായി, 2 മാസമായി, 3 മാസമായി. വിസ ഓവറായി. ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ബുദ്ധിമുട്ടിൻ്റെയും കണ്ണുനീരിൻ്റെ അവസ്ഥ. വേണ്ടപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. അങ്ങനെ ഞാൻ ഈ പള്ളികളിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാനും അവളും കൂടെ ഇവിടെ വന്ന് നിന്നിട്ട് പലവട്ടമായിട്ട് വന്ന് മേടിക്കും. എനിക്കറിയാം വൈകിട്ട് ഈ പള്ളി അതുപോലെ ഓരോ ചർച്ചിൽ ഓരോ ദിവസം വൈകിട്ട് ചില യോഗങ്ങളൊക്കെ കഴിയുമ്പോഴും കത്തോലിക്ക പള്ളിയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് ബന്ന് ഇതെല്ലാം ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഞാനും അവളും കൂടെ വന്ന് അത് മേടിച്ചുകൊണ്ട് പോയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൻ തളർന്ന് വീട്ടിലിരിക്കുന്നു. അമ്മ വിളിക്കും എന്തായി മോനെ എന്ന്. അപ്പോഴും ഞാൻ പറയും എല്ലാം ദൈവം ഒരുക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഈ റോഡിലൂടെ ഈ ഭാഗത്തൂടെ നടന്ന ആളാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. എൻ്റെ വേണ്ടപ്പെട്ടവർ, എൻ്റെ എല്ലാമാകുന്നവർ തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ, അവരെ അവിടെ നടന്നു വരുമ്പോൾ ചിലരെ ഞാൻ ചോദിക്കുമെന്ന് കാണുമ്പോൾ മറുവാതിൽ കൂടെ അവർ കടന്നു പോയപ്പോഴും വൈഫ് പറയുന്നതുകൊണ്ട് അച്ഛൻ ആ വഴി പോയി. ഞാൻ പറഞ്ഞു പോകട്ടെ. ചിലരോട് ചോദിക്കുമ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചതാണ്. തിരിച്ചു തരാൻ പറ്റുമോ? റോളയിൽ നിൽക്ക്, ഉച്ചയ്ക്ക് കാണാം, വൈകിട്ട് കാണാം എന്നുള്ളതായ അവസ്ഥയിലൂടെ ഞാൻ മുന്നോട്ട് പോയി. എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്നെ നടത്തുന്നതായ ഒരു ദൈവം, എൻ്റെ അപ്പനെ അമ്മയെ നടത്തിയതായ ദൈവം
നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മളെ കൈവിടാതെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം. തിരിഞ്ഞു നിന്ന് ദൈവത്തോട് ചോദിക്കേണ്ട, ദൈവമേ എന്നോടെന്താ ഇങ്ങനെ? കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം അറിയാതെ നമുക്കൊന്നും ഭവിക്കുകയില്ല. ദൈവം അറിയാതെ നമുക്കൊന്നും വരില്ല. നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചോണം. ദൈവം അറിയാതെ നമ്മൾക്കൊന്നും സംഭവിക്കില്ല. ഞാനങ്ങനെ വളരെ ബുദ്ധിമുട്ടി. ഞാൻ പോകുന്നു, എൻ്റെ കുഞ്ഞിനൊരു അസുഖമായി. ലാസ്റ്റ് അവൻ ആഹാരം കഴിക്കുന്നതൊക്കെ ഛർദ്ദിക്കാൻ തുടങ്ങി. കാരണം കുടലെല്ലാം മുട്ടി ആഹാരം കഴിക്കാൻ ഒരു 3-4 മാസത്തോളം 1/2 കിലോ പോലും വെയിറ്റ് ഇല്ലാതെ ആ റൂമിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടിയ അവസ്ഥ. വെളിയിൽ പോയാൽ അന്ന് പോലീസ് പിടിക്കുന്ന ടൈം. ഓർക്കണം, അന്ന് പോലീസിനെ പേടിയാ. പോലീസ് വണ്ടി കണ്ട അപ്പോഴേ ഓടിക്കളയും. കാരണം വൈഫും കുഞ്ഞിനും വിസ ഇല്ല. ബുദ്ധിമുട്ടിലൂടെ നടന്നുപോയി. വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് കരഞ്ഞ്, ആരും തന്നില്ല. പക്ഷേ സഹായിച്ച 2 വ്യക്തികളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് മാർത്തോമാ സഭയിൽ അന്ന് ചാപ്പിളിയായിട്ടിരുന്ന സാംസണച്ചനും, 2 ഇവിടെ തന്നെ UCFൻ്റെ പ്രയർ നടത്തുന്ന സക്കറിയ ബ്രദറും. ഇവർ 2 പേരുമാണ് ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ച് വന്ന 2 വ്യക്തികൾ. കാരണം അവർക്കത് മനസ്സിലായി, ഇവരുടെ അവസ്ഥ മഹാമോശമാണ്. ഇവർ മുന്നോട്ട് പോകുന്ന വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവർക്കാരുമില്ല, ഇവരെ താങ്ങാൻ ആരുമില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല. കിട്ടുന്ന കുപ്പൂസും പള്ളികളിൽ നിന്ന് കിട്ടുന്ന ബാക്കി ആഹാരവും മേടിച്ചുകൊണ്ട് പോയി ജീവിക്കുന്നതായ ഒരു കുടുംബത്തിൻ്റെ കഥ ആരും വേണ്ടപ്പെട്ടവരറിഞ്ഞില്ല. എന്നാൽ ഉയരങ്ങളിലിരിക്കുന്ന ദൈവം അറിഞ്ഞു. ഒരു ദിവസം എൻ്റെ കുഞ്ഞിന് വയ്യാതെ വന്നപ്പോൾ ഞാനിവിടെ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹോദരൻ്റെ കെയർ ഓഫിൽ ഒരു ഡോക്ടർ വീട്ടിൽ വന്നു. കാരണം ഹോസ്പിറ്റലിൽ ചെന്നാൽ നോക്കാൻ പറ്റില്ല, കാർഡ് എടുക്കാൻ പറ്റില്ല. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ആ ഒരു വചനം അല്ലെ അദ്ദേഹം എന്നോട് സംസാരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ മറക്കാത്തതായ ഒരു സംഭവമാണ്. ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഇവൻ ഉറക്കെ കരയുമ്പോൾ ഞാൻ പെതുക്കെ ഇറങ്ങി റൂമിൽ നിന്ന് പോവും. കാരണം ഡോക്ടർ പറഞ്ഞ ദിവസങ്ങൾ, അദ്ദേഹം പറയുന്നത് 10 ദിവസം, പിന്നെ 3 ദിവസം കഴിഞ്ഞ് വന്ന ഒരാഴ്ച ഈ കുട്ടിയെ കൊണ്ടുപോയി. കാരണം ഈ കുട്ടിയുടെ കുടലെല്ലാം മുട്ടി, ആഹാരം താഴോട്ട് പോകില്ല, മേളിലോട്ട് വെള്ളം കുടിച്ച കാരണം ഒരു നാൻ മേടിക്കാൻ കാശില്ലാതെ ഈ ഭാഗത്ത് 5 ദറംസ് ചോദിച്ച വ്യക്തിയാണെന്ന് നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. 5 ദറംസ് തന്നാൽ എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞിന് ഒരു നാൻ മേടിക്കാൻ തരുമോ ബ്രദറെ എന്ന് ചോദിച്ച് നടന്ന വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. കേൾക്കണം, എൻ്റെ ദൈവം നടത്തിയ വഴികൾ. നിന്നെ ഏതവസ്ഥയിലൂടെയും ദൈവം നടത്തി വിട്ടാലും കടത്തി വിട്ടാലും നിനക്കൊരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം അത് വാലല്ല, തലയാക്കി തീർക്കും. നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുന്നിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ശത്രുക്കളുടെ മുൻപിൽ നമുക്ക് മേശയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് 15 കൊല്ലം മുമ്പേ അല്ലെ 16 വർഷം മുന്നേ ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തെക്കുവടക്ക് റോഡിൽ പൈസ ചോദിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അന്ന് നിങ്ങൾക്ക് എന്നെ ചിലപ്പം കേട്ട് കാണുമായിരിക്കും, കണ്ടു കാണുമായിരിക്കും, അറിയില്ല. ആ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് പറയാം, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണുവാനായിട്ട് പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പലരും വഴി മാറിപ്പോയപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് തകർന്നു പോയി. അപ്പോൾ വൈഫ് പറഞ്ഞു, അച്ഛൻ അതിലേ പോയി, ഈ ഇതിലേ പോയി. അപ്പം ഞാൻ അപ്പം പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ആരു സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു വാനിലുണ്ടെന്ന്, എന്നാൽ എനിക്കൊരു വാനിലുണ്ടെന്നറി. മനുഷ്യൻ നമ്മളെ തള്ളുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ നമ്മളെ അറിയാതെ പോകുമ്പോൾ, സഹോദരങ്ങൾ നമ്മളെ കാണാതെ പോകുമ്പോൾ, രക്തബന്ധങ്ങൾ നമ്മളെ മിണ്ടാതെ പോകുമ്പോൾ നമ്മളെ കാത്തു വരുവാൻ, അതാണ് എൻ്റെ ജീവിത സാക്ഷ്യം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തോടൊന്ന് തമ്പുരാനോട് പറഞ്ഞാൽ മതി, എൻ്റെ വഴി നിൻ്റെ വിചാരവും നിൻ്റെ വഴിയിലൂടെ എന്നെ നടത്തണമേ. ആ വഴിയാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അളവുകോല് നമ്മളാരും ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ വളരെ ദുഃഖിതനായി. എൻ്റെ കുഞ്ഞ് ഒരു ദിവസം വളരെ ക്ഷീണിതനായി. ആ ഡോക്ടർ പറഞ്ഞ ദിവസം അടുത്ത് വരുമ്പോൾ ഞാൻ രാവിലെ ഇവനെ കാണാൻ പറ്റാതെ ഈ കാറും എടുത്തുകൊണ്ട് ഈ പള്ളി ഭാഗത്ത് വന്ന് ആരെങ്കിലും ഓട്ടം കിട്ടിയാൽ ഓടാം എന്ന് പറഞ്ഞ് വരുമ്പോൾ അവൾ സഞ്ചിയും എടുത്തുകൊണ്ട് താഴത്തെ ഈ ബിൽഡിങ്ങിൻ്റെ സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് 1 കിലോ അരി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, മലയാളിയാ, നിങ്ങളുടെ ഭർത്താവ് തരാനുള്ള 400 ദറംസ് തരുമ്പോൾ തരാം. അപ്പോൾ അവൾ പറഞ്ഞു,
എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ മഹാമോശമാണ്, ഒരു ചിരി കഞ്ഞി വെച്ച് കൊടുക്കുവാൻ ഒരു പിടി അരിയെങ്കിലും തരണമെന്ന്. അദ്ദേഹം ആ കവറെടുത്ത് കളഞ്ഞു, ആ കവറെടുത്ത് എറിഞ്ഞു. പക്ഷേ ദൈവം ചിലർക്കൊക്കെ മറുഭാഷ പോലെ, ചില രാജ്യക്കാർക്ക്, ചില ഭാഷക്കാർക്ക് ചില ഭാഷകളൊക്കെ തോന്നിത്തുടങ്ങും. ആ പാകിസ്ഥാനിയായ വാച്ച്മാന് മനസ്സിലായി ഞങ്ങളുടെ അവസ്ഥ എന്താണ്. അവൾ കരഞ്ഞുകൊണ്ട് പറയുക, 1 കിലോ അരിയില്ലെങ്കിൽ 1 പിടി അരി തരി, എൻ്റെ കുഞ്ഞിന് അവസാനമായി 1 തുള്ളി കഞ്ഞി വെച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അത് കൊടുത്തപ്പോൾ ആ സഞ്ചി എടുത്തെറിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, തരാനുള്ള പൈസ ആദ്യം കൊണ്ടുവരാൻ. ഈ പാകിസ്ഥാനിയായ മനുഷ്യൻ, ഈ വാച്ച്മാൻ ആ കവർ എടുത്തതിന് ശേഷം അടുത്ത ഒരു ബംഗാളിയുടെ കടയിൽ ചെന്നിട്ട് പറയുന്നു, ഇവർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്ക്, അവർ തന്നില്ല എങ്കിൽ ഞാൻ തരാം. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അവൾ കഞ്ഞി വെച്ച് എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നു. പക്ഷെ അവനത് കഴിക്കുന്നില്ല, വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം താഴോട്ട് പോകില്ല, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൾ വളരെ ദുഃഖിതയായിട്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അവൾ പറഞ്ഞു, ഇന്നതാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, നാളെ കൊണ്ട് എൻ്റെ മനസ്സിൽ ലവലേശം ഭാരമില്ല. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിശ്വാസം അതാണ് എന്നെ ആ സമയത്ത് നിലനിർത്തിയത്, അതാണ് എന്നെ നടത്തിയത്. അതുകൊണ്ടാണ് അമ്മയും അപ്പൻ്റെയും വിശ്വാസമാണ്, പ്രാർത്ഥനയാണ് മക്കളെ നിലനിർത്തുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ വളരെ ദുഃഖിതനായി ഇരിക്കുമ്പോൾ ഈ വാച്ച്മാൻ തന്നെ ഇതിൻ്റെ അടുത്തുള്ള ഒരു അറബി വീട്ടിൽ, അൽമുല്ല പ്ലാസയ്ക്ക് പോകുന്നിടത്തൊരു അറബി വീട്ടിൽ ചെന്നിട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അവിടുന്ന് ആഹാരങ്ങൾ നിങ്ങൾക്ക് തരും, വൈകിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടുന്ന് കിട്ടുന്ന ആഹാരവും മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാൻ, എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും, നമ്മുടെ കുഞ്ഞിന് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? അവൻ്റെ ജീവിതം എണ്ണിക്കൊണ്ട് ഡോക്ടർ ഇങ്ങനെ വിധി എഴുതിക്കൊണ്ടിരിക്കുക. ഡോക്ടർ വിളിക്കും, അവൻ എങ്ങനെയുണ്ടെന്ന് ഡോക്ടർക്ക് അറിയാനാ. കാര്യം മാത്യു ഡോക്ടർ വിളിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് അറിയാനാണ് ഈ ഡോക്ടർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ കിടക്കുന്നു, വെയിറ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല, നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ പറഞ്ഞു, എങ്ങനെ കൊണ്ടുപോകും, എത്ര രൂപ ഫൈനാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്താം, സമയം വളരെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം, സാക്ഷ്യമല്ല ഇത്, ആദ്യം പാസ്റ്ററിനോട് പറഞ്ഞ് വിശദമായിട്ട് പറഞ്ഞോണേന്ന്. പക്ഷേ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാ. പ്രിയ ദൈവമക്കളെ, ഞാൻ വളരെ ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ കേൾക്കണം, ഒരാൾ എന്നെ വിളിച്ചു. പേര് പ്രകാശ് വിജയ്, തമിഴ് വംശത്തിൽപ്പെട്ടിരിക്കുന്നതായ മനുഷ്യൻ. അദ്ദേഹം ഒരു തമിഴ് പാസ്റ്ററാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു, വർഗീസ് പാപ്പച്ചൻ്റെ സംഭവം ഞാൻ അറിഞ്ഞു. ആദ്യം എനിക്ക് ഒന്നും അറിയേണ്ടത് അക്കൗണ്ട് നമ്പരാണ്. നിൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് ഇട്ടുതരാൻ പറഞ്ഞു. ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ആദ്യം അതിനകത്തേക്ക് ഒരു 400 ദിർഹംസ് പൈസ അദ്ദേഹം എനിക്ക് ഇട്ടു തന്നു. ഞാനത് ഓടിപ്പോയി എടുത്തിട്ട് ആദ്യം മേടിക്കുന്നത് ഞാൻ മേടിച്ച് എൻ്റെ കുഞ്ഞിന് കൊണ്ടുവരുക. ആ ഡോക്ടർ പറഞ്ഞു അതാണ് കൊടുക്കേണ്ടത്, പക്ഷേ കൊടുത്തിട്ട് കഴിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അവനായിപ്പോയി. പക്ഷേ ഞാൻ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഈ മനുഷ്യൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയുന്നു, വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും പാസ്പോർട്ട് നമ്പർ തരാൻ. പാസ്പോർട്ട് നമ്പർ കൊടുത്തപ്പോൾ വൈകിട്ട് വിളിച്ച് പറയുന്നു, 7000 ദിർഹംസോളം ഓവർ സ്റ്റേ ഫൈനായി ഇരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ വൈഫിനും കുഞ്ഞിനും പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയായെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, പോകുന്നില്ല. കാരണം പോകേണ്ട അവസ്ഥയുമല്ല. കാരണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞാൽ അടുത്തിരിക്കുന്നു. അദ്ദേഹം തന്ന വിധിപ്പകർപ്പ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ കണ്ണുനീരോടുകൂടി ഒരു ദിവസം ആരോടും മിണ്ടാതെ മുന്നോട്ട് പോകുന്നത് അവസരത്തിൽ അമ്മ വിളിക്കുമ്പോൾ പറയുന്ന, ദൈവം നടത്തുന്നുണ്ടമ്മേ, ദൈവമെല്ലാം ശരിയാക്കുന്നുണ്ടമ്മേ എന്ന് അമ്മയോടും മറുപടി പറയും. ഞാനിങ്ങനെ പോയി കഴിഞ്ഞ അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു, വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും പേയ്മെൻറ്റ് അടച്ചു. ഇനി ഈ കുഞ്ഞിനെ പോകാനുള്ള ടിക്കറ്റ് എപ്പോൾ വേണമെന്ന്. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സാറേ തന്നാൽ കൊള്ളാം. ഈ പാസ്റ്ററാണ് ഇതെല്ലാം എനിക്ക് ചെയ്യുന്ന. അദ്ദേഹം ദുബൈയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് വിജയ്. ആ മനുഷ്യൻ ആ ഫൈൻ മൊത്തം അടച്ചു. ദൈവം നിനക്ക് വേണ്ടി ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിൽ ഒരുക്കും. അത് നിങ്ങൾ ആരും കരുതുന്നവരല്ല, നമ്മൾ വിചാരിക്കുന്നവരല്ല, നമ്മുടെ ബന്ധുക്കളല്ല, നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മൾ വിചാരിക്കുന്ന ആരുമല്ല. എന്നാലോ നിനക്ക് വേണ്ടി അതാത് സ്ഥലങ്ങളിൽ ഞാൻ ദൂതന്മാരെ അയക്കുമെന്നാണ്. ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കേട്ടില്ല, എനിക്കറിയില്ല. എന്നോട് പറയുന്നു, നിൻ്റെ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും പേയ്മെൻറ്റ് ക്ലിയർ ചെയ്തു, നാളേക്കെങ്കിൽ നാളെ അവരെ വിടുക, അതിന് ചിലവിന് എത്ര രൂപ നിനക്ക് വേണം. ഞാൻ കഴിഞ്ഞിടയ്ക്കും അദ്ദേഹത്തിനെ പോയി ഞാൻ കണ്ടു. അവരെ അങ്ങനെ സന്തോഷമായിട്ട് ഞാൻ കയറ്റി വിട്ടു. നാട്ടിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയി. എൻ്റെ കുഞ്ഞിന്ന് +2 എത്തിയിട്ടുണ്ട്. അവൻ്റെ പേര് ഡിയോൺ വർഗീസ്. പ്രിയ ദൈവമക്കളെ, അത് കഴിഞ്ഞാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടാനുഭവത്തിലേക്ക് വന്നത്. കാരണം പിന്നെയും ജീവിതത്തിൽ എനിക്ക് ചിലവിന് ഒരു കാശുമില്ലാതെ ഈ ടാക്സിയിൽ, ഈ കള്ളപ്പരിപാടി, ഈ കള്ള ടാക്സി പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥ. അതിനകത്ത് കിട്ടുന്ന പൈസ ആരും ഒന്നും തരുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, പെട്രോൾ അടിക്കണം, ഫോൺ വിളിക്കണം, നമുക്ക് ദിവസത്തെ ചിലവുണ്ട്. ഞാൻ ഈ ഓണം റെസ്റ്റോറൻറ്റിന് മുന്നിലൊക്കെ പോയി നിന്നിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി.
പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. എന്നെ നടത്തിയതായ ദൈവത്തിൻ്റെ ആ അനുഗ്രഹം വെളിപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുഭവിച്ചതായ വഴികൾ, ഞാൻ പോയതായ കണ്ണുനീര് കുടിച്ചതായ ദിനങ്ങൾ. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്നതായ സമയത്ത് ഓരോ കമ്പനികളിലും ചെല്ലും. ഇവിടെ വന്നാൽ പാസ്റ്ററോടാണെങ്കിൽ പരിചയപ്പെട്ട ചോദിക്കും, പാസ്റ്ററെ കമ്പനി ഉള്ളവരാരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു ജോലി തരുമോ? അങ്ങനെ ഓരോ കമ്പനികളിലും അറിഞ്ഞും അറിയാതെയുമായി ഞാൻ പോയി ചോദിക്കും. പക്ഷെ ആരും എനിക്കൊരു ജോലി തന്നില്ല. അവസാന നിമിഷങ്ങളിൽ ഞാൻ അവരോട് ചോദിക്കും, എന്തെങ്കിലും ഒരു പണി എനിക്ക് തന്നാൽ മതി, എന്തെങ്കിലും ഇവിടുത്തെ ക്ലീനിങ്ങോ കാറ് കഴുകുന്നതോ എന്ത് ജോബും തന്നാൽ മതി. അവരാരും എനിക്ക് തന്നില്ല. അവസാനം സാംസണച്ചൻ എന്നോട് പറഞ്ഞു, പാപ്പച്ച നാളെ സനയായിലൊരു ഓഫീസിലെ നമ്പർ ഞാൻ തരാം, നീ അവിടെ ചെന്നിട്ട് അവിടുത്തെ മാനേജറെ കാണണം, ഞാൻ നിനക്ക് പറഞ്ഞിട്ടുണ്ട്, ജോലി നിനക്ക് ശരിയാക്കി തരുമെന്ന്. പ്രിയ ദൈവമക്കളെ, ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ പോയി. 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. 9:30 ആയപ്പോഴേ ചെന്നിരുന്നു. 9:10 10:11 12 ഇതിനെല്ലാത്തിനും ദൈവത്തിനൊരു നീക്കുപോക്കുണ്ട്. ദൈവത്തിന് വിചാരിക്കുന്നതിൻ്റെ ഓരോരോ രീതിയാണ്. ഈ 12:30 വരെ എന്നെ അവിടെ ഇരുത്തണമായിരുന്നു. ഈ 12 മണി 12:30 ആയപ്പോൾ ഇദ്ദേഹം വന്നു, എന്നോട് ചോദിച്ചു, പാപ്പച്ചനാണോ? അതെ. വരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ആളല്ലേ? അതെ. CV എല്ലാം നോക്കി. MEP സെക്ഷൻ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ദുബൈയിലെ UAE എല്ലാ ലൈസൻസും ഉണ്ട്. കൊള്ളാം. അറബി ഇച്ചിരി അറിയാം, ഇംഗ്ലീഷ് അതിൽ കുറവാണ്, തമിഴ്, മലയാളം ഇതൊക്കെ അറിയാം, ഹിന്ദി വളരെ നല്ലത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ അതേ രീതിയിൽ ഞാനങ്ങ് പറയുക. അപ്പോൾ അതെല്ലാം ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, സ്തോത്രം, അച്ഛൻ പറഞ്ഞതുകൂടെ അല്ലയോ ഉറപ്പ്. കസിനുണ്ട്, അമ്മയുടെ അനിയത്തിയുടെ മോൾ, അവളോട് പറഞ്ഞ് എല്ലാം ഓക്കെയാണ്. എല്ലാം കേട്ട് കഥകളും വീട്ടുകാര്യവും നാട്ടുകാര്യവും എല്ലാ സംഭവങ്ങളും കേട്ടിട്ട് അവസാനം പറഞ്ഞു, ഇപ്പോൾ പറ്റിയ ജോലിയൊന്നും ഇല്ല. സ്തോത്രം. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാലയിൽ മുട്ടയിൽ പിടിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് ആ വ്യക്തി എന്നെ കാണും കേട്ടോ. അദ്ദേഹം ചിലപ്പോഴൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പം പറയും, ഞാൻ എൻ്റെ വണ്ടിയാണേന്ന്. കാരണം എന്തോ ദേഷ്യമുണ്ടോ എന്നുള്ള തോന്നല്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുട്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ സാറേ, എനിക്കിവിടെ ക്ലീനിങ്ങോ അതോ ഡ്രൈവിങ്ങോ എന്തെങ്കിലും ഒരു പണി തൽക്കാലം താ. എനിക്ക് ശമ്പളം നിങ്ങൾ എന്ത് തന്നാലും മതി. കാരണം വീട് പട്ടിണിയിൽ പോകുന്നു, ഞാനും ആഹാരം കഴിച്ചിട്ട് നാളുകളായി. അദ്ദേഹത്തിൻ്റെ മുട്ടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കുലുക്കിക്കൊണ്ട് ഓരോ വട്ടവും ചോദിച്ചപ്പോൾ അദ്ദേഹം മുഖത്ത് നോക്കാതെ പേപ്പറിൻ്റെ കയ്യിലിട്ട് തിരിച്ചു തന്നിട്ട് പറഞ്ഞ്, നിന്നെ ഞങ്ങൾ വിളിക്കാം, അടുത്ത ഒരു ചാൻസ് വരുമ്പോൾ ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് വർഗീസ് പാപ്പച്ചനെ ആയിരിക്കും. വളരെ സമാധാനമായ ഒരു വാക്യം എന്തായാലും അദ്ദേഹം പറഞ്ഞു. ഞാൻ നടന്നു വരുമ്പോൾ ആ വീടിൻ്റെ ആ ഓഫീസിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ എൻ്റെ കണ്ണുനീര് ആ ഓഫീസിലേക്ക് വീഴുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിറങ്ങി. നേരെ കണ്ണ് നിറഞ്ഞ് കാറിലേക്ക് വന്നിരുന്നപ്പോൾ എൻ്റെ ഈ പെങ്ങൾ വിളിച്ചു, കസിൻ എവിടെ, എന്താ ജോലി കിട്ടിയില്ലയോ, ഫോണൊന്നും വന്നില്ലല്ലോ എന്ന്. കാരണം 9:30 10 മണിക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു പോയ ആൾ 12:30 ആയിട്ടും വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, ആയിട്ടില്ല. ചേട്ടൻ വിഷമിക്കണ്ട, വീട്ടിലോട്ട് പോരെ, അജ്മാനിലോട്ട് വാ, നമുക്ക് ദൈവം വേറെ ഒരുക്കും, അതുകൊണ്ട് ഇനി പോരാൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നതായ സമയത്ത്, പ്രിയ ദൈവമക്കളെ, അവൾ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ തന്ന കോയിൻ, അവൾ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് കൊണ്ട് ഹസ്ബൻഡ് ഇടുന്ന അളിയൻ കൊണ്ടിടുന്ന കോയിൻ എനിക്ക് തരും, 2, 3, 4. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെയുള്ള ഒരു മുന്നോട്ടുള്ളൊരു വഴികാട്ടിയാക്കി കിട്ടുന്ന കോയിനാണ്. അദ്ദേഹം എന്താണോ ബാലൻസ് കോയിനായിട്ട് കൊണ്ടിടുന്നത് അത് അവൾ എനിക്ക് എടുത്ത് തരും. എന്നോട് ഇന്നലെ തന്ന കോയിൻ കയ്യിലുണ്ട്. വരുന്ന വഴി KFC കയറിയിട്ട് ഒരു സ്നാക്സ് ബോക്സ് 10-11 ദിർഹംസിൻ്റെ ഒരെണ്ണം കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് വാ, ഞാൻ വരുമ്പോൾ ചേട്ടന് പൈസ തരാം, നേരെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞ്. വളരെ ദുഃഖിതനായിരിക്കുന്ന എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളത് പറയുന്നത് കേട്ട് ഞാൻ നേരെ പോയി ഈ KFCയിൽ അജ്മാനിലോട്ട് പോകുന്ന ബ്രിഡ്ജിന് അവിടെയുള്ള KFC ചെന്ന് ലൈനിൽ നിൽക്കുക. KFC ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ മേടിച്ച് തരാനോ തിന്നാനോ പറ്റാത്ത അവസ്ഥ. ഞാനിത് മേടിക്കാനായിട്ട് ലൈനിൽ നിൽക്കുമ്പോൾ 2 ലൈനിൽ ആൾക്കാർ നിൽക്കുന്നു. എൻ്റെ മുന്നിൽ നിൽക്കുന്നവർ ഓരോരുത്തരായിട്ട് മേടിക്കുന്നു. അതിൻ്റെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അറബി, അദ്ദേഹം 2 പാക്കറ്റ് ബോക്സ് മേടിച്ച് ബക്കറ്റ് മേടിച്ച് അദ്ദേഹം പോയി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഊഴവാണ്. നമുക്കാകെ ഒരു ചെറിയൊരു ബോക്സും മതി, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പിന്നെ ഇത് കുഞ്ഞിന് മേടിക്കാൻ പറഞ്ഞു, അത് മേടിച്ചു. ഞാൻ അത് മേടിച്ചുകൊണ്ട് താഴോട്ട് വെളിയിലോട്ട് ഇറങ്ങി റോഡിലോട്ട് വരുമ്പോൾ ഈ എൻ്റെ മുന്നിൽ വന്ന അറബി അദ്ദേഹത്തിൻ്റെ ഈ ബക്കറ്റ് KFC ഈ ബാക്ക് ഡോർ തുറന്ന് വണ്ടിയിലോട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് താന്ന് കിടക്കുക, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. അതിലൊരു 3-4 വയസ്സുള്ള ഒരു മോള്
വളരെ സന്തോഷമായിട്ട് കെൻറ്റുക്കി എന്നും പറഞ്ഞ് കെൻറ്റുക്കി KFC എന്നും പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ചാടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ബാബ കൊണ്ടുവച്ചു. അദ്ദേഹം ഇത് വെച്ചിട്ട് അദ്ദേഹം കയറി വണ്ടിയെടുത്തു. വണ്ടി അദ്ദേഹം തിരിച്ച് എൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് എടുക്കുമ്പോൾ ഈ കുട്ടി ഒരു കവർ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ശ്രദ്ധിക്കണം, അദ്ദേഹം ഇതെല്ലാം KFC എല്ലാം മോളെ ഏൽപ്പിച്ചു. അവളെ സന്തോഷമാക്കി, ഗ്ലാസ് ബാഗ്സ് താന്ന് കിടക്കുന്നു. അദ്ദേഹം വണ്ടിയെടുത്ത് മുന്നോട്ട് തിരിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് താഴോട്ട് കളഞ്ഞു. ഞാൻ എൻ്റെ ഫുഡ് മേടിച്ചുകൊണ്ട് ഞാൻ ഈ വണ്ടിയിലേക്ക് കയറാനായിട്ട് അടുത്ത് വരുമ്പോൾ ഈ വലത്ത് ഭാഗത്തെ ഡോറ് തുറന്നിട്ട് ഇത് അങ്ങോട്ട് വെക്കാമെന്ന് കരുതി ഞാൻ ഈ ഡോറ് തുറന്ന് വെക്കുമ്പോഴാണ് ഈ കവർ വന്ന് താഴേക്ക് വീഴുകയും അതിൽ നിന്നൊരു 3-4 കോയിൻ തെറിച്ച് പുറത്തോട്ട് വന്നു. കോയിനല്ലേ കണ്ണിപ്പെട്ട് ഞാൻ ചെന്നത് എടുത്തിട്ട് ഈ കവറ് അങ്ങ് തട്ടി മാറ്റാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് വെയിറ്റ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതിൽ ലക്ഷങ്ങളുടേതായ കെട്ട്, ഒരു കെട്ട് പൈസ, 1-1.25 മില്യൺ, എനിക്കറിയില്ല, 10 ലക്ഷമോ 12 ആ കെട്ടും അതിൻ്റെ കൂടെ ഒരു ഡീറ്റെയിൽസും ബാങ്ക് പേപ്പറുമായിട്ട് ഈ വണ്ടിയിൽ നിന്ന് പോയി കുട്ടി എടുത്ത് കളഞ്ഞു. ഈ വണ്ടി അങ്ങ് വിട്ടുപോയി. പ്രിയ ദൈവമക്കളെ, ഞാനതെടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും കണ്ടിട്ടില്ല. 12:30 മണി സമയം. നേരെ അതെടുത്ത് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ക്യാഷാണ്. ഒന്ന് കൈ ഓടിച്ച് നോക്കി, ഓരോ ലക്ഷത്തിൻ്റെ കെട്ടുകളാണ്. ഞാനെടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. നേരെ വന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും മകൻ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ ദൈവം പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൻ്റെ ഭണ്ഡാരം, ജീവൻ്റെ മന്ന കിളിവാതിൽ തുറന്ന് ഇട്ടു തന്ന്. അല്ലേ? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാനതെടുത്ത് ഉടൻ തന്നെ ഈ വണ്ടിയുടെ പുറവിൽ പോയി. എനിക്ക് ഒറ്റ പേടിയേ ഉള്ളായിരുന്നു, ഈ വണ്ടി ഓഫാകുമോ, പെട്രോൾ തീർന്നു പോകുമോ എന്നുള്ള ഒറ്റ ഭയമേ എനിക്കുള്ളൂ. 1.25 മില്യൺ ദിർഹംസുമായിട്ട് ഈ വണ്ടിയുടെ പുറകിൽ പേരും ഡീറ്റെയിലും എല്ലാം നോക്കിയിട്ട് ഈ വണ്ടി വിട്ടുപോകുന്ന ഒരു പഴയ കൊറോളക്കാരൻ്റെ അവസ്ഥ എന്താ? നിസാൻ പെട്രോൾ അല്ല, അതുപോലുള്ളൊരു വലിയ 4 വീൽ വണ്ടിയിൽ ഇത് ലൈറ്റ് അടിക്കുക, മുന്നും പുറകുമായിട്ട് ഹോൺ അടിക്കുക, നല്ല രസമാണ്. എയർപോർട്ട് റോഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ നിർത്തത്തില്ല. ഞാൻ വീണ്ടും ലൈറ്റ് അടിക്കും, അദ്ദേഹം ട്രാക്ക് മാറിത്തരും. ഞാൻ പുറവിന് പോകും, വീണ്ടും ലൈറ്റ് അടിക്കും, അദ്ദേഹം ട്രാക്ക് മാറിത്തരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് എയർപോർട്ടിൻ്റെ ടണൽ ആ ബ്രിഡ്ജിന് വെച്ച് ഇദ്ദേഹത്തിന് റൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഗതി കെട്ട് എൻ്റെ ലൈറ്റടി ഹോണടിയും കേട്ടിട്ട് എനിക്കിട്ട് 2 തരണോ അല്ലെ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹം വണ്ടി അവിടെ ഒതുക്കി. ഇദ്ദേഹം വണ്ടി ഒതുക്കിയ സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, പെട്ടെന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇറങ്ങിയുള്ള വരവ് കണ്ടപ്പോൾ, അറിയാമല്ലോ ഇവർക്കൊക്കെ ദേഷ്യപ്പെട്ട ഈ വരവ് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ പൈസയുടെ കെട്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് അറബിയിൽ പറഞ്ഞു കൊടുത്ത്, ഇത് നിൻ്റെ പൈസയാ അറബാബേ, ഇതെനിക്ക് വേണ്ട, ഇത് അവിടുന്ന് നീ വണ്ടി തിരിഞ്ഞപ്പോൾ പോയതാണ്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇദ്ദേഹം ഈ പൈസ കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചില്ല. നേരെ ഓടിച്ചെന്ന് വണ്ടിയിൽ നോക്കി മോളോട് ചോദിച്ചു, മോളെ പൈസ എവിടെയെന്ന്. മോള് കൊടുത്ത മറുപടി, കെൻറ്റുക്കിയാണ് എനിക്ക് വേണ്ടത്, അത് കിട്ടി, ഇതെനിക്ക് വേണ്ടാന്ന്. അപ്പോൾ നീ എന്ത് ചെയ്ത്? അത് ഞാൻ അവിടെ കളഞ്ഞെന്ന്, വക്കാല കടയുടെ ഫ്രണ്ടിൽ കളഞ്ഞിട്ടുണ്ടെന്ന്. ഇദ്ദേഹം തിരിച്ചോടി വന്ന് ഈ കാശ് മേടിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലേക്ക് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് എണ്ണി നോക്കാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അദ്ദേഹം പറഞ്ഞ് എണ്ണിയില്ല. അദ്ദേഹം കൊണ്ടുവച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുന്നു, നീ മനുഷ്യനാണോ അതോ ദൈവമാണോ? നീ ആരാണ്? നീ ഇത്രയും ബുദ്ധിമുട്ടി ഈ ക്യാഷുമായിട്ട് എൻ്റെ പിന്നിൽ വന്നോ, നീ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ മനുഷ്യനും ദൈവമൊന്നുമല്ല, ഒരു സാധാ മനുഷ്യനാ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക, നീ കല്ലുവല്ലിയാണോ എന്ന്. കാരണം വിസ ഇല്ല, ജോലിയില്ല നടന്നപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അത് പ്രത്യേകിച്ച് അതൊരു അവരുടെ സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞു, വിസിറ്റ് വിസയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് പ്രിയ ദൈവമക്കളെ, നമ്മുടെ രക്തങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, ആയിരിക്കേണ്ടവർ, കാണേണ്ടവർ, കൈത്താങ്ങലാകേണ്ടവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു. അമ്മയുണ്ടോ? ചെലവിന് കൊടുക്കുന്നോ? അപ്പനുണ്ടോ? നോക്കുന്നുണ്ടോ? നിന്റെ സഹോദരങ്ങളുണ്ടോ? നീ എന്ത് ചെയ്യും? നിനക്ക് കഴിക്കാനുണ്ടോ? എൻ്റെ സഹോദരങ്ങൾ ആരും ചോദിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് ഞാൻ വീണു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കരയേണ്ടത് മനുഷ്യൻ്റെ മുന്നിലല്ല, ദൈവത്തിൻ്റെ മുന്നിലാണ്. മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ നീ കരഞ്ഞാൽ മതി. മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് നീ കരയുമ്പോൾ നാളെ നിനക്കത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അർബാബ്, എനിക്ക് ജോലിയില്ല, ഞാൻ വിസിറ്റിലാണ്, എനിക്ക് എല്ലാ ലൈസൻസും ഉണ്ട്, എനിക്കൊരു ജോലി നീ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അത് ജോലിയൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എനിക്ക് അർബാബിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടോ? അപ്പനെ പിടിച്ചോണ്ട് പോകണോ? വണ്ടി ഓടിക്കണോ? വീട്ടിലെന്തെങ്കിലും ഗാർഡൻ എന്തെങ്കിലും പണി, ഒരു എന്തെങ്കിലും മതി. കാരണം അറബി വീട്ടിൽ ജോലി ചെയ്താൽ ആഹാരം കിട്ടും. ചോറ് കഴിച്ചിട്ട്, ഫുഡ് കഴിച്ചിട്ട് നാളുകളായി.
അപ്പം ഞാൻ പ്രതീക്ഷിച്ചു പിന്നെ അവരെന്തെങ്കിലും തന്നാൽ വീട്ടിൽ അയച്ചു കൊടുക്കാം. അദ്ദേഹം പറഞ്ഞു, നിനക്ക് പറ്റിയ ജോലിയൊന്നും എൻ്റെ വീട്ടിലില്ല, അതൊട്ട് ഞാൻ നിനക്ക് തരുത്തതുമില്ല. അതുകൊണ്ട് നിനക്ക് ജോലി തരും മുകളിലിരിക്കുന്ന ദൈവം. നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ആ പടച്ച തമ്പുരാനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടതെന്ന് എന്നോട് അറബിയിൽ പറഞ്ഞിട്ട് ഇദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡോറടച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്ത് ചെയ്ത് വളരെ ദുഃഖിതനായിട്ട് പ്രതീക്ഷയെല്ലാം വിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി തിരിച്ചങ്ങനെ പോകും. അദ്ദേഹത്തിൻ്റെ ഒന്നും 1 രൂപയും എനിക്ക് വേണ്ട. കാരണം അന്യൻ്റെ മുതൽ വീട്ടിൽ കൊണ്ടുവരരുത്, അത് നമ്മുടേതല്ല. അത് അന്യൻ്റെ വിയർപ്പ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കണ്ണുനീരാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച അപ്പൻ്റെ അമ്മയുടെ മകനാണ് വർഗീസ് പാപ്പച്ചൻ. ഏതവസ്ഥയിലും ഒരാളുടെയും 1 രൂപയോ 1 വകയോ നമ്മൾ എടുക്കരുത്. അത് നമുക്കുള്ളതല്ല, അത് നമ്മുടേതല്ല. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നീ കൊണ്ടുവരുന്നതോ അല്ലെ നമ്മളത് കൊണ്ടുവരുന്നെങ്കിൽ അത് കണ്ണുനീരിന് തുല്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് കണ്ണുനീരായിട്ട് മാറും. അത് പഠിപ്പിച്ച ഒരു അപ്പൻ്റെ മകനാ. ഞാൻ എന്ത് ചെയ്ത് ഇദ്ദേഹത്തിനോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി തരുമോ എന്ന്. ഇദ്ദേഹം ഗ്ലാസ് അടച്ച് ഡോറും അടച്ച് വണ്ടി മുന്നോട്ടെടുക്കാൻ നേരം അദ്ദേഹം ഗ്ലാസ് താത്തിട്ട് ഒരു നമ്പർ എഴുതി എനിക്ക് തന്നിട്ട് പറഞ്ഞ് രാവിലെ എന്നെ 9 മണിയാവുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഉണ്ട്, അതൊക്കെ കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. സമയത്തിനുള്ളിൽ നിർത്താൻ ഇപ്പോൾ സമയം അതിക്രമിച്ച് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത് ഈ കിട്ടിയ നമ്പരുമായിട്ട് വീട്ടിലേക്ക് ഓടി വന്ന് പ്രാർത്ഥനയോടുകൂടി, അപ്പനിരിക്കുന്നത് പോലെ തന്നെ അപ്പനെല്ലാം പ്രാർത്ഥനയോടുകൂടിയാണ്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന, വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു പ്രാർത്ഥന. ഇതേ രീതിയാണ് അപ്പൻ്റെ ഒരു രീതി. അതേപോലെ പ്രാർത്ഥനയോട് രാവിലെ 9 മണിയാകാൻ കാത്തിരുന്ന് രാവിലെ 9 മണിക്ക് ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു. ഈ നമ്പറിൽ കട്ട അറബിയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ അറബി പഠിച്ചു വരുന്ന കാലമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ. ഫോൺ കട്ട് ചെയ്തു. കാരണം നമ്മുടെ അവസ്ഥ കല്ലുവല്ലി എന്ന് പറഞ്ഞ് ഇവിടെ കള്ള ടാക്സി ഓടി അന്നേക്ക് അന്നം തേടുന്ന പാതി വയറുമായിട്ട് വിശപ്പോട് കൂടി നടക്കുന്ന എന്നോട് പറയുക താൽമാർക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ. അദ്ദേഹം തിരിച്ചു വിളിച്ചു. എന്താ നീ ഫോൺ കട്ട് ചെയ്തേ? ഞാൻ പറഞ്ഞു റോങ് നമ്പർ, മാലിഷ് അല്ല ക്ഷമിച്ചേക്ക്, നമ്പർ മാറിപ്പോയി, നിങ്ങൾ അർബാബ് എനിക്ക് തെറ്റിപ്പോയി, ഞാൻ അബദ്ധമാണ്, സോറി എന്ന് പറഞ്ഞു കട്ട് ചെയ്ത്. വീണ്ടും അല്ലല്ല നീ ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ എന്തിനാ വരുന്നത്, നിങ്ങളാരാ, എന്നെ എന്തിനാ നിങ്ങളെ വിളിച്ചതാണോ തെറ്റ്? എനിക്ക് സോറി ക്ഷമിച്ചേക്ക്, ഞാൻ ഇനി നിങ്ങളെ വിളിക്കുന്നുമില്ല. അപ്പോൾ പറയുന്നു ഇന്നലെ നിന്നെ കണ്ട ആളാണ് ഞാൻ, നീ വരാൻ. അപ്പോൾ ഞാൻ ചോദിച്ച KFC വെച്ച് കണ്ട ആൾ ഞാൻ പൈസ കൊണ്ടു തന്ന ആളാണോ? അതെ. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ സ്തോത്രം പറഞ്ഞ് കേട്ട പാട് കേൾക്കാത്ത പാടെന്ന് പറഞ്ഞല്ല എൻ്റെ CV-യും എടുത്തുകൊണ്ട് ഞാൻ നേരെ ഈ മൈസലൂണിലുള്ള ഷാർജ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ ഓടി വന്നു. ഞാൻ വന്നപ്പോൾ എന്നെ നോക്കി വെയിലത്ത് സകല അധികാരങ്ങളുടെയും ചിഹ്നവും വെച്ച് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇന്നലെ കണ്ട മനുഷ്യൻ. ഞാൻ ചോദിച്ചു അർബാബെ നിങ്ങളാണോ ഇത്? അതെ. നിൻ്റെ CV കൊണ്ടുവരാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഷാർജ പോലീസിൽ വർഗീസ് പാപ്പച്ചനൊരു ജോലി അദ്ദേഹത്തിലൂടെ ദൈവം ഒരുക്കി. പ്രിയ ദൈവമക്കളെ, ഏതവസ്ഥയിലായിരുന്നാലും നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഏതവസ്ഥയിലൂടെ, ഏത് കണ്ണുനീരിൻ്റെയും ഏത് പരിഹാസത്തിൻ്റെയും ഏത് ദുഃഖത്തിൻ്റെയും അവസ്ഥയിലൂടെ ദൈവം നിന്നെ കടത്തിവിടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അത് തരുവാനാണ് അതിന് കാലതാമസം ഉണ്ടാകുന്നത്. പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയില്ലെങ്കിൽ കാലതാമസം വരുമ്പം വിഷമിക്കേണ്ട, അത് വളരെ നല്ല അനുഗ്രഹമാക്കി തരും. അതാണ് നമ്മുടെ ദൈവം. ഒന്നുമില്ലായ്മയിൽ നിന്ന് വർഗീസ് പാപ്പച്ചൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശ രൂപം നിങ്ങൾ കേട്ടല്ലോ. അതിനൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് ജീവിതത്തിൽ. ഇവിടെ കിടന്നുകൊണ്ട് കണ്ണുനീരിൻ്റെയും പട്ടിണി കടന്ന് പട്ടിണിയോടുകൂടി ഈ റോഡിൻ്റെ മുന്നിൽ നിന്ന വ്യക്തിയെ ഇന്ന് ദൈവം ഇവിടെ മാനിച്ചു. ആട്ടി ഇറക്കിയെടുത്ത് ആനയിച്ചു കൊണ്ടുവരുന്നവനായ ദൈവം, തള്ളിക്കളഞ്ഞെടുത്ത് മൂലക്കല്ലാക്കി തീർക്കുന്ന ദൈവം, ശത്രുക്കളുടെ മുൻപിൽ നിനക്ക് മേശയൊരുക്കുന്നവനായ ദൈവം. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാലതാമസം വരുന്നത് ആ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായ ഒരു സ്ഥാനത്തേക്ക് കൊണ്ട് നിന്നെ എത്തിക്കാനാണ്. അതായിരുന്നു വർഗീസ് പാപ്പച്ചൻ്റെ ജീവിതം. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാനും ഈ ഒരു സാക്ഷ്യം പറഞ്ഞ് തീർക്കുവാനും എനിക്കിടയാക്കിയതിനും ഈ സമയം തന്നതിനായിട്ട് പാസ്റ്ററോടും പ്രത്യേകിച്ച് എൻ്റെ കമ്മിറ്റിക്കാരോടും നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ, ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ, എന്തിനീ ഭാരങ്ങൾ
എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇത്രയൊന്നും സമയം പോരാ, എന്നാൽ അതിനുള്ള സാവകാശം നമുക്കില്ലല്ലോ. ഈ അവസരത്തിൽ നമ്മുടെ ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, അവർ 3 പേരെ ഇവിടെ ഉള്ളൂ. റോയ് പാസ്റ്റർ ഇവിടെ ഇല്ലല്ലോ. അവർ 3 പേര് മുമ്പിലേക്കൊന്ന് കടന്നു വരണം. അബു സാറ്, അനു, ഷാജി, പ്ലീസ്. Brother Varghese Papachan, in special appreciation of his exceptional service, firm commitment, outstanding contribution to public safety and community well-being, IPC Worship Center, Shar. നിമിഷം പ്രിയ വർഗീസ് പാപ്പച്ചന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. സ്വർഗസ്വനാകുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, സകലതും അറിയുന്ന സർവശക്തനാകുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ പ്രിയപ്പെട്ടവനെ സമർപ്പിച്ച് അടിയങ്ങൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് പ്രിയപ്പെട്ടവനെ കണ്ടു, ഇത്രത്തോളം അവിടുന്ന് നടത്തി. തുടർന്നുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഒരനുഗ്രഹിക്കപ്പെട്ടവനായി, ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്നവനായി, ആത്മാവിൽ ബലപ്പെട്ടു വരുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, ആ പ്രിയപ്പെട്ടവൻ്റെ പേരൻസ് കർത്താവിന് വേണ്ടി നിന്ന ഒരു കുടുംബമാണ്. അവരെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് പ്രിയപ്പെട്ടവൻ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇന്നത്തെ ഈ അവസ്ഥയേക്കാൾ ഉപരിയായി കർത്താവിന് വേണ്ടി ശക്തിയോടെ അവിടുത്തെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നവനാക്കി പ്രിയപ്പെട്ടവനെ മാറ്റണമേ. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.